KL വേർഡ്സ് TN. രചന ഫാത്തിമ S. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ CM നൂഞ്ഞേരി. സിറ്റിയിൽ നിന്നുള്ള തിരക്ക് പിടിച്ച ജീവിതം കണ്ടും ജീവിച്ചും അടുത്തിട്ടാണ് അൻപ് എന്ന തമിഴൻ ചെറുപ്പക്കാരൻ ഇങ്ങ് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമപ്രദേശമായ തമ്പുരാൻമുക്കിൽ ചേക്കേറിയത്. അവന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ വെച്ചിട്ടാണ് അവിടെ അവനൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് തട്ടിക്കൂട്ടിയത്. നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവരികയാണ് അവൻ. അൻപിനൊരു സഹോദരി മാത്രമാണുള്ളത്. ചെമ്പകം എന്നാണ് പേര്. ചെമ്പകം മധുരയിലാണ് സെറ്റിലായിരിക്കുന്നത്. മാസത്തിൽ ഒരു തവണ വരും അനിയനെ കാണാൻ, ഒരു ലോഡ് സാധനങ്ങളുമായി. ശിവകാശി വെൽഡിംഗ് വർക്ക്ഷോപ്പ്, അതാണ് സ്ഥാപനത്തിന്റെ പേര്. MGRന്റെ വലിയ ഫാനാണ് അൻപ്. രാവിലെ തന്നെ കട തുറന്ന് MGRന്റെ സോങ് ഉച്ചത്തിൽ വെക്കുന്ന പതിവാണ്. അവൻ ജോലിയിൽ മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ കീഴിൽ 5 അസിസ്റ്റന്റുമാരും ഉണ്ടായിരുന്നു. അൻപ് എല്ലാവരോടും വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിരുന്നത്. ആ നാട്ടിലെ ഏതൊരു വെൽഡിംഗ് പണിക്ക് വിളിച്ചിരുന്ന അൻപിനെ ആയിരുന്നു. അന്ന് രാവിലെ MGRന്റെ സോങ് ഉച്ചത്തിൽ ഇട്ടുകൊണ്ട് അതിന്റെ കൂടെ പാടി ഒരു സ്റ്റീൽ ഗേറ്റ് വെൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കക്ഷി. നാട്ടിൽ തന്നെ പലിശക്കാരനും സമ്പന്നനും മഹാപീശുക്കനുമായ മണിയമ്പിള്ളയുടെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അൻപിന് മലയാളം കുറച്ചറിയാം, എന്നാലും അവൻ തമിഴിലാണ് കൂടുതൽ സംസാരിക്കുന്നത്. അവൻ ഇവിടെ വന്നിട്ട് 11 വർഷമായിരിക്കുന്നു. മണിയൻപിള്ളക്ക് 2 പെൺമക്കളാണുള്ളത്. മൂത്തവൾ സായന്ത്രി, രണ്ടാമത്തവൾ ഗായത്രി. ഭാര്യ മരിച്ച് പല വർഷങ്ങൾ കഴിഞ്ഞു. മണിയൻപിള്ള ഒരു മനസാക്ഷിയില്ലാത്ത മനുഷ്യനായിരുന്നു. അയാൾ പണം പലിശ കൊടുത്തവർ കൃത്യദിവസം കൃത്യസമയത്ത് തന്നെ പലിശയും മുതലും നൽകിയില്ല എങ്കിൽ അയാൾ അവരെ വേണ്ട വിധം കൈകാര്യം ചെയ്യുമായിരുന്നു. വയസ്സ് 60 അടുത്തുവെങ്കിലും അയാൾ നല്ല ആരോഗ്യവാനായിരുന്നു. പക്ഷെ അൻപിനോട് മാത്രം അയാൾക്കൊരു സ്നേഹമുണ്ടായിരുന്നു. കാരണം അവൻ വാടകയുടെ കാര്യത്തിൽ കൃത്യത പുലർത്തിയിരുന്നു. മാത്രമല്ല, മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന് ഈ നാട്ടിൽ തന്റേതായ ഒരു പേരുണ്ടാക്കിയെടുത്ത വരുന്ന പാട്ട് കേൾക്കാതിരിക്കാനായി തലയിനെടുത്ത് ചെവി പൊത്തി കിടന്നു. പക്ഷെ ഒരു ഉപയോഗം ഉണ്ടായില്ല. അവൾ ഉറക്കത്തിൽ പരിധി സൈഡ് ടേബിളിൽ ഇരിക്കുന്ന ക്ലോക്ക് എടുത്ത് നോക്കി. മണി 5:30. എന്റെ ദൈവമേ, ഈ പാണ്ടിയെ ഇന്നിവിടെ കയറ്റിയോ? അന്ന് പോയത് എന്റെ ഉറക്കം. അയാളുടെ ഒരു പറവേ, അവൾ തലക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഒരിക്കൽ കൂടി ഉറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് അവൾ വീണ്ടും കിടന്നു. പക്ഷെ എവിടുന്ന് ഉറങ്ങാൻ പറ്റണ്ടേ? അവൾ സ്വയം പറഞ്ഞു. ഒരു ദിവസം ഇയാൾ ഈ പാട്ട് വെട്ടിയെടുത്ത് ഞാൻ തോട്ടിയിടും. അല്ല പിന്നെ. അൻപിനെ എല്ലാവരും പാണ്ഡിതുര എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഗായത്രി മാത്രം അത് പാണ്ടിയിൽ ഒതുക്കും. അവൾ കട്ടിൽ നിന്നും കരി പൂണ്ടുകൊണ്ട് ചാടി എണീറ്റ് വന്നു. മുടിയെല്ലാം അഴിഞ്ഞ് കിടപ്പുണ്ട്. ഡോ പാണ്ടി, അവൾ കരി പൂണ്ടുകൊണ്ട് വിളിച്ചു. അവന്റെ നോട്ടത്തിൽ അവൾ ബാക്കി കൂടി ചേർത്ത് വിളിച്ചു. പാണ്ഡിതുരയാണ എന്നമ്മ? അൻപ് ബാബേന്നല്ല ചോദിച്ചു. അമ്മയാ? ആരുടെ അമ്മ? എന്റെ അമ്മ മരിച്ചുപോയില്ലേ? അവൾ ഒരു നിമിഷം നിന്ന് ആലോചിച്ചു. അവനപ്പോഴും പണിയിൽ മുഴുകിയിരുന്നു. ഡോ പാണ്ടി, തന്റെ ഈ പാട്ടിയിട്ടുണ്ട് എനിക്ക് നേരെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, അവൾ നീരസത്തോടെ പറഞ്ഞു. അൻപ് പറഞ്ഞു. ഇത് നാൻ കുടിയിരിക്കണേടോ, ഇങ്ങ ഞാൻ എനിക്ക് പിടിച്ച ചെയ്യും, നീ പോയി വേലയെ പറമ്മ. അവനത് പറഞ്ഞുകൊണ്ട് വീണ്ടും ജോലി ഉടന്നു. അവൾ അല്പനേരം അവൻ വെൽഡിങ്ങിൽ ചെയ്യുമ്പോൾ വരുന്ന തീരെ സ്പാർക്ക് കൊണ്ടുകൊണ്ട് നീന്നു. ശേഷം ഇയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, പണി കൊടുക്കുക തന്നെ വേണമെന്ന് മനസ്സിലുറപ്പിച്ചു. ശരിയണ്ണേ, അവൾ ആക്കിയൊരു ചിരി വരുത്തിക്കൊണ്ടകത്തേക്ക് പിറുപിറുത്തുകൊണ്ട് പോയി. എന്താടി കാലത്തിന് അയാളോട്ടൊരു കച്ചറ? ചേച്ചി ഇഡ്ലി പാത്രത്തിൽ നിന്ന് ചൂട് പറക്കുന്ന ഒരു സെറ്റ് ഇഡ്ലി ഇറക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. ചേച്ചി സഹിക്കുന്നല്ലേ ഇയാളുടെ ഈ പാട്ടിട്ടുകൊണ്ടുള്ള ഉപദ്രവം? ഇയാൾ എന്ന് ഇവിടെ താമസിക്കാൻ വന്നു? അന്ന് പോയതിന്റെ ഉറക്കാം, അത് ഇതുവരെ പിന്നെ കിട്ടിയിട്ടില്ല. ചേച്ചിക്ക് അച്ഛനോട് പറഞ്ഞൂടെ ഈ പാണ്ടിയോടൊന്ന് മാറ്റാൻ? അവൾ പ്രതീക്ഷയോടെ ചേച്ചിയെ നോക്കി ചോദിച്ചു. കൊള്ള, നല്ല കഥയായിപ്പോയി. ഈ നാട്ടിൽ അച്ഛന് ആകെ ഇഷ്ടം അയാളെ മാത്രമാണ്. അങ്ങനെയുള്ള ഒരാളിനെ പറഞ്ഞുവിടാൻ ഞാൻ ചെന്ന് അച്ഛനോട് ശുപാർശ ചെയ്യേണ്ട താമസം. അച്ഛൻ നിന്റെ നിവേദനത്തിന് ഉടനെ പരിഹാരം തരുന്ന. ഒന്ന് പോവണ്ണേ, നടക്കുന്ന വല്ലവും പറ. ചേച്ചിയുള്ള വാസ്തു അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോഴാണ് ഇഡ്ലിയിൽ അവിടെ കണ്ണുപോയത്. അയ്യാ, ഇന്ന് ഇഡ്ലി ആയിരുന്നോ? ഞാനിന്ന് രാവിലെ പാണ്ടിയുടെ പാട്ടിട്ട് ഡിപ്രസ്ഡ് ആയതാ. എന്നാലും ഒരു 5-6 ഇഡ്ലി തിന്നേക്കാം, അവൾ വായിലൂറി ഉമിനീരോടെ പറഞ്ഞു. അതിന് നീ പല്ല് വെച്ചില്ലല്ലോ? ചേച്ചി സംശയഭാവത്തിൽ അവളോട് ചോദിച്ചു. അത് പിന്നെ ഇത്രയും വിലയുള്ള ആന പല്ല് വയ്ക്കുന്നില്ല, പിന്നെയാണോ ഈ പാവം പലിശക്കാരന്റെ മോള്? അതും പറഞ്ഞ് ഒറ്റ വായിൽ ഒരു 1/2 ഇഡ്ലി അകത്തായിക്കൊണ്ട് അവൾ പോയി. ഇഡ്ലിയും സാമ്പാറും ചട്നിയും കൂടി അകത്തായിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ അണ്ണന്റെ പ്ലേലിസ്റ്റിൽപ്പെട്ട അടുത്ത പാട്ട് റേഡിയോയിലൂടെ ഒഴുകി വരുന്നത്. ഞാൻ ആണയിട്ടാൽ അത് നടന്നു വിട്ടാൽ. കഴിച്ചുകൊണ്ടിരുന്ന ഇഡ്ലി മൂർത്താവിലൂടെ കയറി മൂക്കിലൂടെ വന്നു. അവൾ ചുമച്ചുകൊണ്ട് ചേച്ചി വിളിച്ചു. ചേച്ചി ഓടിവാ, വെള്ളം വെള്ളം. ചേച്ചി ഒരു ഗ്ലാസ് വെള്ളവുമായി ഓടി വന്നു. മേലെ തിന്നാൻ പറഞ്ഞ കേക്കില്ല, അവിടെ ഒരു ആക്രാന്തം. എനിക്കും അച്ഛനുള്ള വേറെ ഉണ്ട്, നിന്റെ പാത്രത്തിൽ ആരും എടുക്കില്ല, പോരെ? ചേച്ചി ദേഷ്യപ്പെട്ടു പോയി. ഗായത്രി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. എന്നാൽ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം വരികയും ചുമക്കുകയും ചെയ്തതിനാൽ അവൾക്കൊന്നും പറയാൻ സാധിച്ചില്ല. അവളൊരു ഇഡ്ലി കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ ഈ കഴിക്കുന്ന 5ാമത്തെ ഇഡ്ലിയാണ് സത്യം. നാളെ ഈ പാണ്ടിയുടെ ഓൾഡ് ജൂക്ക് ബോക്സിന് ഞാൻ ഷർട്ട് ഇടുന്നതാണ്. ഇത് സത്യവും സത്യവും സത്യവും. അവളുടെ കുരുട്ടുപുതിയിൽ ഒരു കുരുട്ട ആശയം ഉദിച്ചു. പിറ്റേന്ന് രാവിലെ അൻപ് വീടിന് മുമ്പിൽ നിന്ന് വ്യായാമം ചെയ്യുകയായിരുന്നു.
കൃത്യം 5 മണിക്ക് അലാറം വെച്ച് അവൾ എണീറ്റു. ഹാളിലാണ് അച്ഛൻ കിടക്കുന്നത്. അച്ഛൻ കാണാതെ മേലെ അടുക്കള വാതിൽ തുറന്ന് അവൾ അൻപിന്റെ വീടിന് പുറകിലൂടെ കയറി അവന്റെ റേഡിയോയിൽ വെള്ളമൊഴിച്ചു വെച്ചു. ശേഷം ഒന്നും അറിയാത്ത പോലെ തിരികെ വീട്ടിലെത്തി. ഇനി കാണാം അയാളുടെ ഒരു പാട്ട് വെട്ടി. അതും പറഞ്ഞ് തുള്ളിച്ചാടി കട്ടിലേക്ക് ഒരു വീഴ്ച. അൻപ് എന്നത്തെയും പോലെ വ്യായാമം കഴിഞ്ഞ് വന്ന് പാട്ടിട്ടുകൊണ്ട് അടുക്കളയിൽ ചായയിടാനുള്ള പരിപാടിയായിരുന്നു. റേഡിയോയിൽ നിന്ന് ശബ്ദം വന്നു തുടങ്ങി. ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് റേഡിയോയിൽ നിന്ന് പുക പുറത്തേക്ക് വന്നു. എന്ത് സംഭവിച്ചു എന്ന് നോക്കാമെന്ന് അൻപ് തന്റെ പ്രിയപ്പെട്ട റേഡിയോയിൽ നിന്ന് പുക വരുന്ന കണ്ട് ഞെട്ടിത്തെറിച്ചു പോയി. അയ്യോ കടവുളെ! അവൻ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തുനിന്നും ഗായത്രിയുടെ ശബ്ദം. ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ്. ഇന്നത്തെ വാർത്ത. നമ്മുടെ എതിർവീട്ടിൽ താമസിക്കുന്ന അൻപി എന്ന പാണ്ഡിതുരി എണ്ണന്റെ റേഡിയോയുടെ കാറ്റുപോയ കാര്യം വ്യസന സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതും പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിച്ചു. ഇതെല്ലാം നോക്കിക്കണ്ട അൻപിന്റെ സ്വഭാവം മാറി. അവൻ തലയിൽ കെട്ടിവെച്ചിരുന്ന തോർത്തഴിച്ചെടുത്തുനിന്ന് കുടഞ്ഞിട്ട് നേരെ ഗായത്രിയുടെ വീട്ടിൽ പോയി. മണിയയ്യ, മണിയയ്യ! അവൻ ഉച്ചത്തിൽ വിളിച്ചു. മണിയമ്പിള്ള ഇറങ്ങി വന്നു. എന്താ മോനെ, എന്താ പ്രശ്നം? യോ, നീങ്ക പുള്ളയെപ്പത്തി വെച്ചിരിക്ക ഇല്ല പെറുക്കിയെപ്പത്തി വെച്ചിരിക്ക? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അച്ഛന്റെ പുറകിലായി ഗായത്രിയും ചേച്ചി അധ്യക്ഷനായി നിന്നു. മണിയൻപിള്ള തിരിഞ്ഞു മക്കളെ നോക്കി. ഗായത്രി ഈ ലോകത്തിൽ ഇപ്പോൾ പൊട്ടിമുളച്ച പോലെ നിന്നു. എന്താടാ പ്രശ്നം പറ നീ? അയാൾ ചോദിച്ചു. അൻപ് വിഷമത്തോടെ പറഞ്ഞു. இந்த ரேடியோட வேல்யூ என்ன தெரியுமா? இந்த ரேடியோ அப்பாவோட கடைசி ஞாபகார்த்தம். அதை உன்னோட பொண்ணினக்கு தொலைச்சு പൊട്ടപ്പുള്ള ഇപ്പിടിതാണ് അയ്യാ വളർത്തിങ്ക. അവന്റെ ഉള്ളിൽ രോഷം വാക്കുകളാൽ കൊട്ടിയിട്ടു. മണിയൻപിള്ളയുടെ കണ്ണുകൾ ചുവന്നു. അയാൾ തിരിഞ്ഞു നിന്നു. ഗായത്രി, അകത്തേക്ക് വാ. ചേച്ചി നോക്കി പറഞ്ഞു. മോളെ, നീ പോയി ആ ചൂലിങ് എടുത്തിട്ട് വാ. അയാൾ ഗായത്രിയുടെ മുകളിൽ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ടുപോയി അകത്തേക്ക് പോയി. അവളെ അയാളുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. എന്നെ വീട്ടച്ച, ഞാനൊന്നും ചെയ്തില്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളെയും കൊണ്ടുപോയി അയാൾ വാതിലടച്ചു. പിന്നീട് അൻപ് കേൾക്കുന്ന കാതടിപ്പിക്കുന്ന ശബ്ദമായിരുന്നു ഗായത്രിയുടേത്. എന്നെ തല്ലല്ലേ അച്ഛ, ഞാനല്ല അച്ഛ, ഞാൻ പാവില്ലേ അച്ഛ. അവളുടെ കരച്ചിൽ കുറച്ചു നേരം നീണ്ടു നിന്നു. പിന്നീടെല്ലാം ശാന്തമായി. അൻപിന് തന്നോട് തന്നെ ദേഷ്യം തോന്നി. എന്തായാലും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയല്ലേ അവൾ. അവൾക്ക് തല്ല് വാങ്ങിക്കൊടുക്കേണ്ടായിരുന്നു. വർക്ക്ഷോപ്പിൽ പോകാൻ വേണ്ടി റെഡിയാവുകയായിരുന്നു. അവൻ കണ്ണാടിയിൽ നോക്കി മുടി ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് എതിർഭാഗത്തെ ജനൽ കൂടി ആ കാഴ്ച കണ്ടത്. അവൾ കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന വാഴയുടെ തോടുകൾ കണ്ടത്. അവളത് സാവകാശം ഓരോന്നായി ഊരിയെടുത്തുകൊണ്ട് ചേച്ചിയോട് വർത്തമാനം പറയുകയാണ്. അൻപിനത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. അവന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു. നീ എന്തിനാ മോളെ അയാളുടെ റേഡിയോ നശിപ്പിക്കാൻ പോയത്? ചേച്ചി അവളോട് ചോദിച്ചു. അവൾ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ അയാൾക്കത് കുറച്ച് ഒച്ച കുറച്ച് കേട്ടാ പോരെ? ഞാനറിഞ്ഞു അത് അയാളുടെ അച്ഛൻ്റെ ഓർമ്മയാണെന്ന്. അവൾ അവളുടെ ഭാഗം ക്ലിയർ ആക്കാൻ നോക്കി. എന്റെ ചേച്ചി വിഷമിക്കണ്ട, എനിക്ക് വേദനിച്ചിട്ടൊന്നുമില്ല. ദേ കണ്ടില്ലേ, വാഴയുടെ തോടുകളായി കെട്ടിവെച്ചിരിക്കുന്നത്. അവൾ ക്ലോക്കിലേക്ക് നോക്കി. മണി 8:40 ഞാൻ പോട്ടെ ചേച്ചി, ബസ് പോവും, എനിക്ക് കൃത്യസമയത്ത് കമ്പനിയിൽ എത്തേണ്ടതാ. അവൾ തിടുക്കപ്പെട്ടു. വൈകിയ കർത്താ മുതലാളിയുടെ വായിക്കുന്ന ഞാനിന്ന് കേൾക്കും. ഗായത്രി ജോലി ഇന്ന് ചെമ്മീൻ കയറ്റുമതി എന്ന കമ്പനിയിലാണ്. അവൾ അവിടെ സൂപ്പർവൈസറായിട്ട് ജോലി നോക്കുന്നു. അവളുടെ ജോലിയിലെ മികവ് കൊണ്ടിട്ടാണ് കർത്താ മുതലാളി അവൾക്ക് ഈ പോസ്റ്റ് കൊടുത്തത്. ജോലി ചെയ്യുന്ന സമയത്ത് അവൾ അറിയാതെ രാവിലെ സംഭവിച്ച കാര്യങ്ങളോട്ട് മനസ്സ് വാങ്ങി. വേണ്ടിയിരുന്നില്ല, അയാളുടെ അച്ഛൻ്റെ ഓർമ്മയല്ലേ. അമ്മ മരിച്ചതിൻ്റെ ദുഃഖം ഇന്നും തന്നെയും ചേച്ചിയും വിട്ടുപോയിട്ടില്ല. അതുപോലെയല്ലേ അയാൾക്കും. എന്നാലും വീട്ടിൽ ചെന്നിട്ട് ആ റേഡിയോ ശരിയാക്കാൻ കൊണ്ടുപോകണം അവൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു. എന്നാൽ അവൾ വീട്ടിലെത്തി അവൻ്റെ വീട്ടിലെ സ്പെയർ കീ എടുത്ത് വീട് തുറന്നു നോക്കിയപ്പോൾ റേഡിയോ അവിടെ ഇല്ലായിരുന്നു. അവനത് ശരിയാക്കാൻ കൊണ്ടുപോയി എന്ന് അവൾക്ക് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ 5 മണിക്ക് ഗായത്രി മധുര മനോഹര സ്വപ്നം കണ്ട് ഉറങ്ങിയായിരുന്നു. അപ്പോഴാണ് റേഡിയോയിലൂടെ പാട്ട് ഒഴുകുകയാണ്. ഇപ്പുറത്തൊരാൾ പുതപ്പ് തലവഴി മൂടിക്കൊണ്ട് പറഞ്ഞു. പാടിക്കോളൂ പാടിക്കോളൂ, ഇഷ്ടം പോലെ പാടിക്കോളൂ. ഞാൻ വല്ല ആമസോൺ കാർഡുകളും പോയി ചേക്കേറാം, അതാണ് നല്ലത്. അവൾ തന്നോട് തന്നെ പറഞ്ഞു. എന്തായാലും ഇയാളോടൊന്ന് മര്യാദക്ക് പറഞ്ഞു നോക്കാം, ചിലപ്പോൾ കേട്ടാലോ. അവളുടെ മനസ്സ് പറഞ്ഞു. അണ്ണേ, പാണ്ഡ്യണ്ണേ. അവൾ വിനയ കുനീതയായി വിളിച്ചു. അവൻ കേട്ടിട്ടും കേൾക്കാത്ത പോലെ ഇരുന്നു. അവൻ തന്നെ ജാമ്പവാന്റെ കാലത്ത് ആപ്പിയെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പാണ്ഡിതുരയണ്ണേ, ഇങ്ങോട്ട് നോക്കിക്കേ, അവൾ ചുമച്ചുകൊണ്ട് പറഞ്ഞു. അവൻ തിരിഞ്ഞു നോക്കി ചോദിച്ചു. എന്നെ വേണം? അയ്യോ അണ്ണ, എന്നെയൊന്നും വേണ്ട, എനിക്കൊരു ചിന്ന റിക്വസ്റ്റ്. അണ്ണന് ഈ റേഡിയോയുടെ വോളിയം ഒന്ന് കുറക്കാൻ മുടിയുമോ? അവൾ തമിഴാളത്തിൽ പറഞ്ഞു. അവളിപ്പോൾ വരം കിട്ടും എന്ന പോലെ നിന്നു. അവൻ പറഞ്ഞു. മുടിയാത് മുന്നാലെ എണ്ണ പണ്ണ മുടിയുമോ? അത് പണ്ണ്. അയ്യോ, മുടിഞ്ഞു പോകുന്നൊന്നും പറയല്ലേ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. സെവിട് കാത് കേക്കലയാ, ഞാൻ സൗണ്ട് ഓർക്ക മാട്ടെ. ഉന്നാലെ നേരത്തെ റേഡിയോ തൊലഞ്ഞു പോച്ച്, അതുള്ള പരിസുതാനിത്, അവൻ വെല്ലുവിളിച്ചോണ്ട് പറഞ്ഞു.
ഓഹോ, അപ്പൊ കച്ചകെട്ടി ഇറങ്ങിയേക്കാണല്ലേ. ഡോ പാണ്ടി, താൻ മൂർഖിനാണോ നോവിച്ചുവിട്ടിരിക്കുന്നത്? നോയിക്കോ. അവൾ അതും പറഞ്ഞ് തന്റെ മുന്നിൽ പിന്നിട്ടിരിക്കുന്ന മുടിയെടുത്ത് പിറകിലേക്ക് എറിഞ്ഞുകൊണ്ട് പോയി. അവളുടെ മുടി അവന്റെ മൂക്കിൽ തട്ടിപ്പോയി. അതിൽ നിന്നും വമിക്കുന്ന വാസന. ഒരു നിമിഷം അവൻ കണ്ണുകളടച്ച ആ സുഗന്ധം വലിച്ചെടുത്തു പോയി. എന്നു രാവിലെ അൻപ് വ്യായാമം ചെയ്യും. ശേഷം ചൂടുവെള്ളത്തിലൊരു കുളി പതിവായിരുന്നു. പാറയിടുക്കിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. അതിനാൽ ഇന്നും ചൂടാക്കിയായിരുന്നു കുളിച്ചിരുന്നത്. ഗായത്രി ആരും കാണാതെ പുറത്തുള്ള ബാത്റൂമിൽ കയറി അവൻ കുളിക്കാനായി വെച്ചിരുന്ന ചൂടുവെള്ളത്തിൽ കുറെ ഐസ് കട്ടകൾ ഇട്ടുവെച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കൈ തട്ടി കുടഞ്ഞുകൊണ്ട് അവന്റെ റിയാക്ഷൻ അറിയാൻ മാറി നിന്നു. അൻപ് ദേഹമാസകലം സോപ്പ് തേച്ചിട്ടാണ് ആ ഒരു ബക്കറ്റ് വെള്ളം പുറത്തൊഴിക്കുന്നത്. MGRന്റെ ഗാനവും മൂളിക്കൊണ്ട് അവന്റെ ബക്കറ്റ് വെള്ളം എടുത്ത് തലവഴി ഒഴിച്ചു. പിന്നീട് ഒരു അലർച്ചയാണ് കേട്ടത്. അയ്യോ കടവുളെ, കാപ്പാത്തുക്കോ! അവന്റെ ആ രോദന ഒരു ശുദ്ധ സംഗീതം പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ആഹാ, കാറൽ കേൾക്കാൻ എന്താ സുഖം. കാറൽ മാർക്സ് പാടുമോ ഇതുപോലെ? തണുത്തുറഞ്ഞു പോകുന്നവരെ കണ്ട് അവൾ ഇങ്ങനെ കളിയാക്കി പാടി. ശേഷം ഒരു മാലപ്പടക്കത്തിനുള്ള തിരികൊളുത്ത പോലെയുള്ള ചിരിയായിരുന്നു. ജനൽ കൂടി പാടുന്നവളെ ഒരു വേള നോക്കി മുഖത്ത് വീണ് കിടക്കുന്ന മുടിയെ ഊതിപ്പറത്തിക്കൊണ്ട് അവൻ അകത്തേക്ക് പോയി. അന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ഗായത്രി കേട്ടത് അൻപിന് കടുത്ത പനിയാണെന്നാണ്. അവൾക്കതൊരു വിഷമമായി. പനി വരുന്നെന്ന് അവൾ വിചാരിച്ചില്ല. മണിയമ്പിള്ളക്ക് വിഷമമായി. ഗായത്രിയെ കണ്ടപാടെ അയാൾ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യേ, ഈ ചുക്കാപ്പി കൊണ്ട് അവന് കൊടുക്കുക. എന്നിട്ട് വാ, നിന്റെ ചേച്ചി ഇവിടെ ഇല്ല. അവളെ ഞാനൊരിടത്തേക്ക് പലിശ വാങ്ങാൻ വിട്ടിരിക്കുക. ശരി അച്ഛാ. അവൾ ഡ്രസ്സ് കൂടി മാറാതെ അവന്റെ വീട്ടിലേക്ക് പോയി. പാണ്ഡ്യണ്ണേ, അങ്ങനെ വിളിക്കണ്ട. പാണ്ഡിതുരണ്ണേ എവിടെ? കണ്ടില്ലല്ലോ. അവൾ അതും പറഞ്ഞ് അകത്ത് കയറി. അകത്ത് അമർത്തിയുള്ള ചുമയും തുമ്മുന്ന ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. അവൾ അവന്റെ മുറിയിൽ കയറിയപ്പോൾ അവൻ കിടുകിടാ വിറച്ച് കിടക്കുകയായിരുന്നു. അവൾ വേഗം ടംബ്ലർ അവിടെ വെച്ചിട്ട് അവന്റെ അരികെ ചെന്നിരുന്നോണ്ട് ചോദിച്ചു, എന്താ വയ്യ നിങ്ങൾക്ക്? അവൾ അവന്റെ നെറ്റിയിൽ തൊട്ട് നോക്കി. ദൈവമേ, നല്ല പനിയുണ്ടല്ലോ. അവൻ കിടിയുടെ വിറക്കിയായിരുന്നു. അവൻ അരബോധത്തിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, അപ്പാ അമ്മ എന്നാല മുടിയല്ലേ. അണ്ണേ കണ്ണൂർക്ക്, നിങ്ങൾക്ക് എന്തു പറ്റി? ഞാൻ വെറുതെ തമാശക്ക് ചെയ്ത. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവന്റെ കൃഷ്ണമണി മുകളിലേക്ക് പോകുന്ന പോലെ തോന്നി. അവൾ ചുറ്റിലും പരതി പുതപ്പെടുത്ത് അവനെ പുതക്കാനായി നോക്കി. അവൾ എണീക്കാൻ ഭാവിച്ചും അവൻ അവളെ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. അവൻ അവളെ ഇറുകെ പുണർന്നു. പുറത്തെ ശക്തിയായി മഴയും ഇടിയുമെല്ലാം തകർക്കുന്നുണ്ട്. അവൾക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അവൾ കൈകൊണ്ട് പരതി ഒരു ഷീറ്റ് എടുത്ത് അവനെ മൂടിക്കൊടുത്തു. അപ്പോഴും അവൻ തമിഴിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. പതിയെ പതിയെ അവന്റെ പിടിയഴിഞ്ഞു വന്ന് അവൾ അവനെ ചുക്ക് കാപ്പി കുടിപ്പിച്ചു. അവനും അരമയക്കത്തിൽ അത് കുടിച്ചു. ഗായത്രി അവന്റെ മുഖത്ത് ഇങ്ങോട്ടാ നോക്കി നിന്നു. പ്രായം ഒരു 27 തോന്നിക്കും. കുറുമ്പനാണ്. എന്തു ഭംഗിയാണ് കാണാൻ. നീണ്ട മൂക്കാണ്. കഴുത്തിൽ സ്വർണത്തിന്റെ മാലയിൽ ആങ്കറിന്റെ ലോക്കറ്റ് ഇട്ടിട്ടുണ്ട്. മീശ എപ്പോഴും പിരിച്ചു വെക്കും. അതൊരു സ്റ്റൈല് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ആണുങ്ങൾക്കൊന്നും ഈ ഭംഗിയുള്ളതായി തോന്നിയിട്ടില്ല. അൻപിനോട് ക്രഷ് തോന്നിയത് അന്ന് ഓണാഘോഷ പരിപാടിയായ ഉറിയടി മത്സരത്തിൽ കൃത്യമായിട്ട് ഉന്നം പിടിച്ച് പൊട്ടിച്ച് വിജയിച്ചപ്പോഴാണ്. മാത്രമല്ല എല്ലാവരോടും നല്ല അലിവോടെയുള്ള പെരുമാറ്റമായിരുന്നു. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവൾ അവനെ മുഖത്ത് വീണ് കിടന്ന മുടികൾ ഒതുക്കിക്കൊണ്ടിരുന്നു. അണാ അണാ, സൂരജ് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. അൻപിന് കഞ്ഞിയും വാങ്ങി വന്ന സൂരജ് കണ്ടത് അൻപിന്റെ തല മടിയിൽ വെച്ച് മുടി ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഗായത്രിയാണ്. അണ്ണാ, അവൻ അല്പം ശബ്ദം കൂട്ടി വിളിച്ചപ്പോഴാണ് ഗായത്രി സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് അവൾ ചാടി എണീറ്റുകൊണ്ട് പറഞ്ഞു, ഞാൻ ചുക്കാപ്പി കൊണ്ടുവന്നാ വിറക്കുന്നുണ്ടപ്പോൾ ഒച്ച കൊടുക്കാന്ന് വെച്ചു. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമില്ല. അവൾ അതും പറഞ്ഞ് ഓടിപ്പോയി. സൂരജ് കള്ളച്ചിരിയോടെ പറഞ്ഞു, ആഹാ, അപ്പൊ ഇങ്ങനൊരു ബോർഡർ താണ്ടിയുള്ള ലൈൻ വലി നടപ്പുണ്ടല്ലേ. നടക്കട്ടും നടക്കട്ടും. അവൻ അതും പറഞ്ഞ് ഊറി ചിരിച്ചു. തിരികെ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ വലിയ ദേഷ്യത്തിലായിരുന്നു. ചേച്ചി പോയിട്ട് പണം കിട്ടിയില്ല. അച്ഛൻ ചേച്ചിയെ പറഞ്ഞു വിട്ടത് തെങ്ങിൽ നിന്ന് വീണ് മരിച്ച ഗോവിന്ദൻ ചേട്ടന്റെ വീട്ടിലേക്കാണ്. ആ മനുഷ്യൻ മരിച്ചിട്ട് ഒരാഴ്ച കൂടി തികഞ്ഞിട്ടില്ല. അച്ഛന് കിട്ടേണ്ട പലിശയും മുതലും അച്ഛൻ മറ്റുള്ളവരുടെ സാഹചര്യം നോക്കാതെ വാങ്ങുന്ന ഒരു വല്ലാത്ത പ്രകൃതമാണ്. ഗായത്രിക്ക് അച്ഛനോട് എന്തെന്നില്ലാതെ ദേഷ്യം തോന്നിപ്പോയി. അച്ഛാ, കടം കൊടുത്ത ഇടവും കൊടുക്കണമെന്നല്ലേ? ആ വീട്ടിലെ ഗൃഹനാഥനല്ലേ പോയത്? അച്ഛന് അല്പം സാവകാശം അവർക്ക് നൽകിക്കൂടെ? അവൾ നീരസത്തോടെ ചോദിച്ചു. 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അല്ലാതെ ഒരുപാട് സമ്പാദിക്കാൻ പറ്റുന്ന ആൺമക്കളല്ല. നിന്നെയൊക്കെ വല്ലവന്റെ കൂടെ പറഞ്ഞു വിടണ്ടേ? പൊന്നിനിപ്പോ എന്താ വില എന്നറിയോ? മിണ്ടാതൊരു മൂലയിൽ പോയിരുന്നോ, ഇല്ലേ നാവ് ഞാൻ പിഴുതെടുക്കും. അയാൾ പല്ലിയടിച്ചുകൊണ്ട് പറഞ്ഞു. ഗായത്രി ഓടി കട്ടിൽ പോയി കിടന്ന് കരഞ്ഞു. അമ്മ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോയി. അമ്മയ്ക്ക് രോഗം വന്നപ്പോൾ കൂടി അച്ഛൻ അമ്മയെ നല്ല ഹോസ്പിറ്റലിൽ കാണിച്ചില്ല. അമ്മ വേദന തിന്നാണ് മരണപ്പെട്ട്. അമ്മയുള്ളപ്പോൾ അച്ഛൻ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ അമ്മ അച്ഛനെ തടയുമായിരുന്നു. നേരെ 5:15 ഇന്ന് റേഡിയോയിൽ നിന്നും പാട്ട് വരാത്തതിൽ അവൾ വിഷമിച്ചു.
കാര്യം തന്നെ ഉറക്കം പോകുന്ന പരിപാടിയാണെങ്കിലും ഓരോ കാരണം പറഞ്ഞ് അവനെ ചൊടിപ്പിക്കാൻ അവൾക്ക് ഉത്സാഹമായിരുന്നു. അന്ന് അവൾ ലീവ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അവനെയും കാണാമല്ലോ, അതാണ് പ്രധാനം. അവനെ വട്ടുപിടിക്കാൻ കിട്ടുന്ന ഒരു അവസരം അവൾ വിട്ടുകളില്ല. തമ്പി ഞാൻ റാസാ. കാലത്തെ തന്നെ ഒരു പരിചയമുള്ള ശബ്ദം കേട്ടിട്ടാണ് ഗായത്രി അടുക്കളയിൽ നിന്ന് ഉമ്മറത്തേക്ക് വന്ന്. തമ്പിയെ പാത്താച്ചാ? ആകുലതയോടെ ചെമ്പകൻ തിരക്കി. തുമ്പിയോ? അത് വല്ല പാടത്തു പറമ്പിലോ കാണും, അല്ലാതെ ഇവിടെ വന്നിട്ട് തിരക്കിയിട്ട് എന്താ കാര്യം? അവൾ ആവശ്യത്തിൽ കൂടുതൽ നിഷ്കളങ്കത മുഖത്ത് വാരി പൂച്ചിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ പോട്ടെ, തുമ്പി എന്തിനാ, കല്ലെടുപ്പിക്കാനാണോ? ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. പിന്നെ ഒരു ആട്ടാണ് കിട്ടിയ ഗായത്രിക്ക്. അടി സെറുപ്പാളെ എന്നെ നക്കലാ, ഞാൻ 50 ഇതാ കേൾക്കുന്നതെന്ന് ഉനക്ക് തെറിയും. ഇത് കൂടി ഇപ്പടിയെല്ലാം പേസ് ചെയ്യാൻ ടൈം വേസ്റ്റ് പണ്ടേ? ചെമ്പകം കലി പൂണ്ടുകൊണ്ട് ചോദിച്ചു. പിന്നെ ചോദിക്കണ്ടേ, എല്ലാ മാസവും വരും തുമ്പി തുമ്പിന്ന് വിളിച്ചുകൊണ്ട്. ഓരോ മുട്ടയിൽ നിന്ന് വിരിയാത്ത തമിഴ് പെങ്ങുകളുടെ ആലോചനയായിട്ട് നിങ്ങൾക്ക് വേറെ പണിയില്ലേ? അവൾ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. ചെമ്പകം വിട്ടുകൊടുത്തില്ല. അതൊക്കെ ഉനക്ക് എന്നെ പ്രോബ്ലം, നീ അവനെ കാതിരിക്കില്ല. ആ ചോദ്യം ഗായത്രി തീരെ പ്രതീക്ഷിച്ചില്ല. അവൾ കിടന്ന് ഉരുണ്ടോണ്ട് പറഞ്ഞു. എനിക്കെന്ത്? അല്ലെങ്കിലും ആ കാര്യം മടി ആർക്ക് വേണം? എനിക്കൊക്കെ ഫ്രീ ആയി തന്നാൽ പോലും വേണ്ട. അവൾ പുച്ഛഭാഗത്തോടെ പറഞ്ഞു. അടിയേ തമ്പി വേലക്കാരണ്ടി അവൻ, അവനോട് വരപ്പോറ പൊണ്ടാട്ടി റാണി മാതിരി പാപ്പം. അവർ അനിയനെ കുറിച്ച് അഭിമാനത്തോടെ പറഞ്ഞു. പാപ്പം നമുക്ക് പാപ്പം, ഗായത്രി പറഞ്ഞു. അവർ രണ്ടുപേരും വാദം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് പുറകിൽ നിന്ന് അമ്പ് വിളിച്ച്. അക്ക സെമ്പക്ക. അവനെ കണ്ടതും അവർ വിതുമ്പി. പനിയായിരുന്നതിനാൽ അവനൽപ്പം ക്ഷീണിച്ചിരുന്നു. അയ്യോ തമ്പി, എന്നെ കോലുണ്ടായത്, നീ ശരിയാ സാപ്പിടില്ല, ഉടമ്പെല്ലാമേ ഉടഞ്ചു പോച്ച്, ഏൻ പറവുണ്ടായത്? അവർ സാരി തലപ്പുകൊണ്ട് അവനെ മുഖം തുടച്ചു കൊടുത്തോണ്ട് ചോദിച്ചു. അവൻ ഗായത്രിയുടെ മുഖത്ത് തൂങ്ങിക്കൊണ്ട് ദേഷ്യബാധയിൽ പറഞ്ഞു. ഒന്നുമില്ലക്ക, എനിക്ക് ചിന്നത ഒരു ജ്വരം വന്നച്ചു, ഇപ്പെല്ലാം ശരിയടിച്ചു. അവൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഗായത്രി ഒന്നും മിണ്ടാതെ അകത്തി കയറി പോവാൻ ഒരുങ്ങവേ. ഡി നിൽട്രി, ഇനി ഒരു വാട്ടി കൂടി ഞാൻ തമ്പിയെ തുമ്പിയിട്ട് കൂപ്പിട്ടാ നടക്കുന്നത് വേറെ, ജാഗ്രത വെച്ച് സെഞ്ചിടുവാൻ. ചെമ്പകൻ താക്കിയതുപോലെ പറഞ്ഞു. അതുകൂടി തന്നെ പറഞ്ഞു എന്ന് കേട്ട അമ്പ് കണ്ണുരുട്ടി അവളെ നോക്കി. ഗായത്രി ആരും തന്നെ വിളിക്കാനില്ലെങ്കിൽ കൂടി സുശീല നോ എന്നെ വിളിച്ചോ, ദാ വരണേ. അപ്പൊ ശരി ചെമ്പക്ക. ആളൊരു വണക്കം കൊടുത്തിട്ട് അകത്തേക്ക് കാറ്റുപോലെ പോയി. എന്നതേം പോലെ അന്നും ചെമ്പക വന്ന് അവനൊരു വിവാഹാലോചനയായിട്ടായിരുന്നു. ഡേയ് തമ്പി, നീ ഉന്മയെ സൊല്ല്, ഉനക്ക് യാരെയാവത് പിടിച്ചിരിക്ക? അവർ ചോദിച്ചു. ഏയ് ഇല്ലക്ക, അപ്പടിയതുമില്ലേ. ചെമ്പകത്തിന് വൈകുന്നേരത്തെ ട്രെയിൻ കയറ്റി വിട്ട് സന്ധ്യക്കാണ് അമ്പ് വീട്ടിൽ തിരികെ എത്തിയത്. അവൻ തന്നെ മുറിയിലേക്ക് പോകും വഴി ഗായത്രിയുടെ വീട്ടിലോട്ടൊന്ന് പാളി നോക്കി. ജനലഴികളിലൂടെ ഒരുവളെ അവൻ കണ്ടു. കൈവിരലിൽ എണ്ണിക്കൊണ്ട് കണക്കെഴുതുന്ന ഗായത്രിയായിരുന്നു അത്. അവൾ കുളിച്ച മുടിയൊക്കെ കുളിപ്പിന്നൽ കെട്ടി നെറ്റിയിൽ ഭസ്മമൊക്കെ തൊട്ടിട്ടുണ്ട്. അൻപിന് അവളെ കാണുമ്പോൾ ഒരു എനർജി ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അവളുമായിട്ട് വഴക്കൂടാൻ കിട്ടുന്ന ഒരു അവസരവും കളയാത്തത്. അവനൊരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് മുറിയിലേക്ക് കയറി. പിറ്റേന്ന് കാലത്ത് പതിയെ പോലെ അവൾ അവളുടെ ജോലി സ്ഥലത്തെ പരിവാരങ്ങളും ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. എന്നും അതുവഴിയാണ് അമ്പും കൂട്ടർ ആപ്പയിൽ പോകുന്നത്. അൻപിന്റെ ജോലിക്കാരനായ സൂരജ്, മഹേഷ്, അജയൻ, ആസിഫ്, വിഷ്ണു ഇവരെല്ലാം ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ സ്ഥിരം വായി നോക്കിയാണ് പോകുന്നത്. അന്നും പതിവ് പോലെ പെമ്പിള്ളേരെ കാണാൻ പോകുന്നതിന്റെ തത്രപ്പാടിൽ ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ചിലർ മുടി കോതി ഒതുക്കുന്നു, ചിലർ പൗഡർ ഇടുന്നു, ചിലർ ചിരി പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ഓരോ നടക്കുമ്പോഴാണ് എതിരെ ഒരു മുട്ടവണ്ടി വരികയും അൻപ് സഡൻ ബ്രേക്ക് ഇടുകയും മുകളിൽ പല തട്ടിലായിരുന്നവർ നിലംപതിച്ചു. ഒരേ സമയമായിരുന്നു. അയ്യോ എന്ന കൂട്ട നിലവിളി ഉയർന്നു. ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന ഗായത്രി പറഞ്ഞു. ദേവാനര സംഘം വീണേ. അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. അവന്മാരെ ആശ്വസിപ്പിക്കാൻ ആപ്പയിൽ നിന്ന് ചാടിയിറങ്ങിയ അമ്പ് അവളെ കളിയാക്കൽ കണ്ടു. ഗായത്രി മേലെ ഉള്ളിലേക്ക് വലിഞ്ഞു. പെൺപിള്ളേരുടെ മുമ്പിൽ തൊലിയുരിഞ്ഞു പോയി അവർ പിന്നെ ഒന്നും മിണ്ടാതെ വണ്ടിയിൽ കയറിപ്പോയി. അപ്പോഴവിടെ ചിരി മാത്രം ബാക്കിയായിരുന്നു. മണിയൻ പിള്ള മരിച്ച ഗോപാലിന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. എടി ദേവകി, അവൻ വാങ്ങിയ പണവും പലിശ എനിക്ക് നീ എന്ന് തിരിച്ചു തരും? എന്റെ മകളെ പറഞ്ഞു വിട്ടപ്പോ നീ അവിടെ അടുത്ത് കൊടുത്തൂല്ല. ഈ മണിയൻ പിള്ളക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. നീ എന്നെ കൊണ്ട് അത് എടുപ്പിക്കരുത്. എടോടി പുന്നാര മോളെ, ഞാൻ നാളെ വൈകുന്നേരം ഇങ്ങോട്ട് വരും. എന്റെ കാശ് എനിക്ക് കിട്ടണം, കേട്ടല്ലോ? മണി ചേട്ടാ, എനിക്ക് കുറച്ചുകൂടി സാവകാശം തന്നൂടെ? ചേട്ടന് ചടങ്ങ് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയി ആദ്യം വീട്ടിൽ നിന്ന് ചേട്ടന്റെ കാശായിരിക്കും, ദേവകി വേദനയോടെ പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ നാളെ വൈകിട്ട് ഇങ്ങ് വരും. പണം ഇവിടുന്ന് ഇറങ്ങിക്കോണം, അയാൾ മുരണ്ടുകൊണ്ട് പറഞ്ഞു. ചേട്ടാ, ഞാൻ ഈ 3 പൊടിമക്കളെയും കൊണ്ട് എവിടെ പോവാന്? അവർ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എനിക്കതൊന്നും അറിയണ്ട, അപ്പൊ നാളെ 4 മണിക്ക് കാണാം. അയാൾ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. അൻപും കൂട്ടരും അടുത്ത വീട്ടിൽ മേൽക്കൂര ഷീറ്റ് അടിക്കുകയായിരുന്നു. അവർ ഈ സംഭാഷണം എല്ലാം കേട്ടു. അവരെ തമ്മിൽ പറഞ്ഞു. ഇയാൾ എന്ത് മനുഷ്യനാ, ചോരൂടിയൻ. ആസിഫ് പറഞ്ഞു. സൂരജ് പറഞ്ഞു. ഇവിടെ ചിലർ ചോരൂടിയന്മാരുടെ വീട്ടിലാ സംബന്ധം വെച്ചിരിക്കുന്നത്. അൻപൊന്നും മനസ്സിലാവാതെ ജോലിയിൽ മുഴുകിയിരുന്നു. എന്നാലും മനസ്സിൽ ഗായത്രിയുടെ അച്ഛനെ വെറുത്തു. എന്നാലും കഷ്ടമായിപ്പോയി.
ആ ചേച്ചിയും പറക്കം മുറ്റാത്ത മക്കൾ ഇനി എവിടെ പോകും? മഹേഷ് പറഞ്ഞു. അജയൻ അതിന് ശരിവെച്ചു. വേലയിൽ പാർടാ, അൻപ് പറഞ്ഞു. കുറച്ചു നേരത്തിന് ശേഷം അൻപ് മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഒരാൾ ധൃതിയിൽ ഓടി വരുന്ന കണ്ടു. അവൻ പണിക്കരോട് പറഞ്ഞു, ഞാൻ തണ്ണിയെടുത്തിട്ട് വരാൻ എന്ന് പറഞ്ഞ് താഴോട്ട് പോയി. ഗായത്രി നേരെ പോയത് ദേവകിയുടെ വീട്ടിലായിരുന്നു. അവിടെ അവരിരുന്ന് അലമുറയിട്ട് കരയുന്നുണ്ട്. അവളെ കണ്ടപാടെ അവർ പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. കുഞ്ഞെ, അച്ഛൻ എനിക്ക് ഒരു ദിവസം സമയം തന്നിരിക്കുന്നു. ഞാൻ എവിടെ പോവാനാ ഈ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട്? അവർ വായിൽ തുണി പൊത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദേവി ചേച്ചി വിഷമിക്കണ്ട, ഗായത്രി പറഞ്ഞു. കുഞ്ഞെ, എന്റെ ചേട്ടനുണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം പോലും ഞങ്ങൾ വൈകിയിരുന്നില്ല. അവർ കണ്ണീരോടെ പറഞ്ഞു. ഗായത്രിക്ക് ആ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയി. അവൾ അതിലെ ചെറിയ കുഞ്ഞിനെ വാരിയെടുത്ത് പറഞ്ഞു. ചേച്ചി മക്കളും എങ്ങോട്ടും പോകുന്നില്ല. ദാ ഈ ഒരു വള വിൽക്കുകയോ പണം വയ്ക്കുകയോ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞെ, ഇത് നിന്റെ വളയല്ലേ? അച്ഛൻ അറിഞ്ഞാൽ നിന്നെ കൊല്ലില്ലേ? അവർ അന്താളിപ്പോടെ ചോദിച്ചു. ഏയ് ഇല്ല ദേവി ചേച്ചി, ഇത് അച്ഛനറിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇതെന്താണെന്ന് വെച്ചാൽ ചെയ്ത് അച്ഛന് പണം കൊടുത്തോളൂ. അവളവർക്ക് സമാധാനം നൽകി. അവരവിടെ കാൽ വീഴാൻ തുണിയ നേരം അവളവരെ തടഞ്ഞു. അരുതി ചേച്ചി, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി. അതും പറഞ്ഞ് അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇറങ്ങി നടന്നു. ഇതെല്ലാം കേട്ടും കണ്ട ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അൻപിനവളോട് വല്ലാത്തൊരു ബഹുമാനം തോന്നി. പോകുന്ന വഴിയിൽ അവൾ ബാഗിൽ നിന്നും താൻ ദേവി ചേച്ചി കൊടുത്ത പോലത്തെ ഒരു വളയെടുത്ത് കയ്യിലണിഞ്ഞു. കാരണം അച്ഛൻ അറിഞ്ഞാൽ തല പോകുന്ന കേസാണ്. അവൾ തിടുക്കപ്പെട്ട് നടന്നുപോയി. അൻപൊളിഞ്ഞു നോക്കുന്നത് അവന്റെ പണിക്കാരെല്ലാം മുകളിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു. ഇങ്ങേർക്ക് നാട്ടിൽ വേറെ പെണ്ണൊന്നും കണ്ടില്ലേ? ആ പലിശക്കാരൻ്റെ ഇടികൊണ്ട് തൂറിച്ചാകാൻ വേണ്ടി അയാളുടെ കയ്യിൽ നിന്നൊന്ന് കിട്ടിയാൽ മതി, വായിക്കൂടി പുക പോവും. മഹേഷ് മറ്റുള്ളവരോട് പറഞ്ഞു. ബാക്കിയുള്ളവർ അവനെ കളിയായിക്കൊണ്ട് പറഞ്ഞു. അത് പണ്ട് നീ അവൾക്ക് ലവ് ലെറ്റർ കൊടുത്തോണ്ട് അവിടെ തന്ന കൂമ്പിന് നോക്കിയൊന്ന് തന്നല്ലേ, ആ ഓർമ്മയിലേ വിട്ടാ, ആസിഫ് ആക്കി പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം ചിരിച്ചു. അൻപ് കയറി വന്നപ്പോൾ സൂര്യ ചോദിച്ചു. അണ്ണേ, ഗായത്രി നിങ്ങൾക്ക് ഇഷ്ടമാണോ? എത്ര നാളായി തുടങ്ങിയിട്ട്? അവൻ തൽപരനായി ചോദിച്ചു. ചേച്ചേ അപ്പടിയൊന്നുമില്ലേ, നീ പോയി വേലയിൽ പാറ്, അമ്പ് പറഞ്ഞു. ഒന്നുമില്ലാത്തതുകൊണ്ടാണോ അന്ന് അവള് നിങ്ങൾക്ക് പനി വന്ന് കിടന്നപ്പോ നിങ്ങളെടുത്ത് മടിയിൽ വെച്ച് ശുശ്രൂഷിച്ച്? ഡേയ്, ഈ ദൂരെയാണ് കള്ളലാന്നും പറയില്ല, സൂരജ് പറഞ്ഞു. അവൻ പറഞ്ഞിട്ട് അമ്പൊന്ന് ഞെട്ടിപ്പോയി. ആണ്ടവാ, അന്നേക്ക് അവൾ ഉന്മയങ്ക് വന്നിച്ചാ? ഞാൻ കനവുണ്ടെന്ന് നനച്ചേ, അവൻ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അപ്പണ്ണനൊന്നും ഓർമ്മയില്ലേ? സൂരജ് അമ്പിന്റെ അടുത്ത് നിന്ന് ചോദിച്ചു. സാമി സത്യം, എനിക്ക് ഇതുമേ ജ്ഞാപകില്ലടാ. അവൻ തന്നെ നിരപരാധിത്വം നൽകാൻ ശ്രമിച്ചു. അതൊക്കെ പോട്ടെ അണ്ണ, ഞാനൊന്ന് ചോദിച്ചാൽ സത്യം പറയോ? സൂരജ് കുറച്ചുകൂടി അടുത്തുനിന്ന് ചോദിച്ചു. അണ്ണന് ഗായത്രി ഇഷ്ടമാണോ? അവന്റെ ചൊടികൾ താനെ വിരിഞ്ഞു പോയി. അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ ദൂരേക്ക് നോക്കി നിന്നു. സൂരജ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഡേയ്, നമ്മുടെ പാണ്ഡിതുരയാണ് നീ ലവ്. ബാക്കിയുള്ളവരെല്ലാം ആർത്ത് വിളിച്ചു കൈയടിച്ച് പാസാക്കി. മഹേഷ് മാത്രം അന്നത്തെ ഇടി ആലോചിച്ച് നെഞ്ചിടവി നിന്നു. ഹൗ! ദിവസങ്ങൾ പലതും കൊഴിഞ്ഞുപോയി. ഒരു ദിവസം മണിയമ്പിള്ള തന്റെ മക്കളുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം ഊരി വാങ്ങിയായിരുന്നു. അയാൾക്ക് വലിയൊരു പാർട്ടിക്ക് നല്ലൊരു തുക പലിശ കൊടുക്കാൻ വേണ്ടി. സായന്ത്രിയെല്ലാം ഊരി നൽകി. ഗായത്രി ഒരു ഭയത്തോടെ മെല്ലെ ഓരോന്നായി ഊരിക്കൊടുത്തു. നിന്റെ കയ്യിലുണ്ടായിരുന്ന വളയുടെ പോയി എടുത്തിട്ട് വാ. അച്ഛാ, എന്റെ വള ബസ്സിൽ തിരക്കി കയറിയപ്പോഴേ നഷ്ടമായി, അവള് വിക്കി വിക്കി പറഞ്ഞു. അയാൾ ചാരിയിരുന്ന കസയിൽ നിന്ന് ചാടി എണീറ്റു. ആദ്യത്തെ അടി കവിളിൽ വീണു. അവളുടെ മൂക്കിൽ നിന്നും ചുണ്ടിൽ നിന്നും ചോര വരാൻ തുടങ്ങി. അയാൾ വടി കൊണ്ട് അവളെ കണക്കിന് തല്ലി. അന്ന് അവൾ അയാളെ തടയാനേ പോയില്ല. അയാൾ വടിയൊരു പരുവമായപ്പോഴാണ് അടി നിർത്തിയത്. വീണ്ടും അവളുടെ കവിളിൽ ആഞ്ഞു തല്ലാൻ ഓങ്ങിയപ്പോഴാണ് അമ്പയയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഗായത്രിയുടെ മുന്നിലായി വന്നു നിന്ന്. ഏതൊക്കെ മണിയെണ്ണ പൊട്ടപ്പുളെ പൊട്ടി ഇപ്പിടി കൊടുമേ ചെയ്கிறேன். അവനെ അയാളെ പിടിച്ചു വിളിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വാങ്ങിയിട്ട് കൊടുത്ത വള അവള് ബസ്സിൽ കളഞ്ഞു വന്നു. വയസ്സ് 21 ഒരു മോതിരം സൂക്ഷിക്കണമെന്ന ചിന്തയില്ലേ പെണ്ണിന്. അയാൾ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. ഗായത്രി കരച്ചിലടക്കിക്കൊണ്ട് മലക്കുമുകളിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിലേക്ക് പോയി. അത് അവൾ സങ്കടം വരുമ്പോൾ പോവാറുള്ള ക്ഷേത്രമായിരുന്നു. കുറെ നേരം അവൾ അവിടുത്തെ പ്രതിഷ്ഠയായ സതീദേവിയെ നോക്കിയിരുന്നു. സതീദേവിയുടെ പ്രതിഷ്ഠയുള്ള അമ്പലമായിരുന്നത്. തന്റെ ദുഃഖങ്ങളെല്ലാം അവൾ പറയാതെ പറഞ്ഞു. കുറെ കരഞ്ഞു. അവിടെ എപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്ന തണുത്ത കാറ്റിൽ അവളുടെ കണ്ണുനീരിന്റെ ഉപ്പ് കലർന്നു. ഗായത്രി, അമ്പ് വിളിച്ചു. അവൻ അവളെ തിരക്കി വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ തിരിഞ്ഞു നിന്ന് കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്തേ ദൂരണ ഈ വഴി? ദൈവത്തെ കാണാനാണെങ്കിൽ അവിടെയാണ്, പോയിക്കോളൂ. കടവുളെ നാം ബാധിക്കുന്നതായിരിക്കാം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എവിടെ? നീതാണ് ദേവി ചേച്ചി ഹെൽപ്പ് ഉണ്ടത്. അപ്പൊ നീതാണ് എൻ കടവുൾ. ഒന്നേ ഞാൻ കുമ്പിടട്ടുമാ. അവൻ കണ്ണ് കലങ്ങിക്കൊണ്ട് കൈകൂപ്പി. ആളവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണ്ടായും തലയാട്ടി. നിങ്ങൾക്കറിയോ എൻ്റെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന്? അവളുടെ ശബ്ദമേറി. അച്ഛൻ്റെ ഈ പണക്കൊതി മൂലം ഒരുപാട് പേരുടെ പ്രാക്ക് ഞങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഓരോ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയും അച്ഛൻ ഗൗനിച്ചില്ല. അവരുടെ വേദന കൊണ്ടുള്ള നിലവിളി ദൈവം കേട്ടിട്ടാ അമ്മയെ നേരത്തെ കൊണ്ടുപോയത്.
ഇനി ഞങ്ങൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. ഈ ശാപവാക്കുകൾ ഫലിച്ച് അച്ഛനെ കൂടി ദൈവം കൊണ്ടുപോയാ ഞങ്ങൾക്ക് ആരുമില്ല ഈ ഭൂമിയിൽ. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. അച്ഛനെ ആരും പ്രാകാതിരിക്കാൻ വേണ്ടിയാ ഞാനത് ചെയ്തത്, എൻ്റെ അച്ഛന് വേണ്ടിയിട്ട്. അൻപിന് അവളെ ഒന്ന് ചേർത്ത് നിർത്തണമെന്ന് തോന്നി. പക്ഷെ അവൾക്ക് തന്നോട് ആ ഫീൽ ഇല്ലായെങ്കിൽ എന്ത് ചെയ്യും? അവൻ ഭയന്നു. അവൻ അവൾക്കായി കുറച്ച് തേൻ കൊണ്ടുവന്നിരുന്നു. ഇതൊന്നോട് വലിയ കുറക്കും. അതും പറഞ്ഞ് അവൻ പോയി. അവൻ ദേവിയോട് പ്രാർത്ഥിച്ചു. ദക്ഷപുത്രിയായ ദാക്ഷായണി, സതീദേവി, ശിവന്റെ അർത്ഥങ്കിനി, അവളോട് ആ വലിയ മാത്തിക്കൂട്. എനിക്ക് അവളെ ரொம்ப പിടിക്കും. വീണ്ടും എല്ലാം പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. എന്നു രാവിലെയുള്ള അൻപിന്റെ പാട്ട് വെക്കൽ, അതിലൂടെ പോകുന്ന അവിടെ ഉറക്കം, എല്ലാം മുറ പോലെ നടന്നു. ഡേയ് തമ്പി, തമ്പി, ചെമ്പകൊക്കെ വന്നിടിച്ചിട്ടാ. ചെമ്പക എൻട്രി ഡയലോഗോടെ അന്നും വന്നു. ഗായത്രി ഉമ്മറത്ത് ഓടി വന്ന് ചെക്കായി നിന്നു. എന്നാ ഒരു സിരിപ്പ്, ഏതാവത് വേലൊപ്പിച്ചിരിക്ക? അവർ അവരുടെ ഉള്ളിൽ പറയാൻ വേണ്ടി ചോദിച്ചു. എന്നാ ചെമ്പക്ക, എന്നിരുന്നാലും നമ്മൾ ഒരേ വീട്ടിൽ താമസിക്കേണ്ടവരല്ലേ, ഇപ്പടിയെല്ലാം പേസക്കൂടാതെ. അവൾ കാലുകൊണ്ട് കളം വരച്ചു. എന്നടി சொல்றே, എനിക്ക് ഇതുമേ പുരിയില്ലേ? ശരി അക്ക, ഞാൻ ഉങ്കിട്ടാ സൊല്ലാം. ഉൻ തമ്പി എന്നെ കാതലിച്ച് ഏമാത്തി. അതും പറഞ്ഞ് അവൾ കള്ളക്കരച്ചിൽ തുടങ്ങി. മൂക്ക് പിഴിഞ്ഞ് ചെമ്പത്തിന്റെ സാരിയിൽ തേച്ചു കൊടുത്തു. അവർ കറണ്ടടിച്ച കാക്കയെ പോലെ നിന്നു. കടവുളേ, അവർ നെഞ്ചത്തടിച്ച് വിളിച്ചു. അക്ക, അക്ക, ഗായത്രി വിളിച്ചു. ദൈവമേ, കാറ്റുപോയോ? ഇല്ലേ, മുഴുസാ പോകലേ, കൊഞ്ചം ഇരിക്ക്. സൊല്ല് അക്ക, ഒന്നുകൂടിയുണ്ട്. ഗായത്രി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് മുഖത്ത് വിഷമം എത്തിക്കൊണ്ട് പറഞ്ഞു. അക്ക, ഞാൻ ചിന്ന കൊച്ചല്ലേ, ഉൻ തമ്പി എനിക്ക് കടലേ മിഠായി, തേമിഠായി, മിക്സർ മിഠായി എല്ലാമേ വാങ്ങി തന്നിരിച്ച്. ഞാൻ പാവല്ലേ, ഞാനും അത് വാങ്ങി തന്നേ. എതുക്കടി കണ്ടവൻ തരുന്നതെല്ലാം വാങ്ങി സാപ്പിടുന്നത്? അവർ ആവലാതിയോടെ തിരക്കി. ഗായത്രി തുടർന്ന് പറഞ്ഞു. ആന ഒരു നാളേക്ക്. അവൾ അവരെ ഏറിയണ്ണിട്ട് നോക്കി. ഓക്കെ, സംഭവിക്കുന്നുണ്ട്. മനസ്സിലായ ശേഷം അവൾ തുടർന്നു. അക്ക, உங்க தம்பி எனக்கு சிகர்தாண்ட வாங்கி தரேன்னு சொல்லி நானும் சின்ன பிள்ளை இல்லையா, என்னுடையது ரொம்ப பாவம் மனசு. நான் போயாச்சு, ஆனா அங்க வச்சு என்ன கொடுத்துட்டேன் தெரியுமா அக்கா? അതും പറഞ്ഞ് മൂക്കി ചീറ്റി അവരുടെ മേൽ തേച്ചുകൊണ്ട് കണ്ണുപൊത്തി കരഞ്ഞ് അഭിനയിച്ചവൾ. ചെമ്പകത്തിന് എന്ത് പറയണമെന്നറിയാതെ അവർ അൻപിന്റെ വീട്ടിലേക്ക് പോയി. അവൾ നടുമുറ്റത്ത് കിടന്ന് കുത്ത് ഡാൻസ് കളിച്ചു. ഗുഡ്സ് വണ്ടി പാളം തെറ്റിയതുപോലെ പോയി ചെമ്പകം. അകത്ത് MGR സോങ് ഒക്കെ ഇട്ട് ഒരാൾ ആഹാരം പാചകം ചെയ്യുകയായിരുന്നു. കയ്യിലിരുന്ന മഞ്ഞക്കറ അവന്റെ മേലെറിഞ്ഞുകൊണ്ട് അവർ കലിതുള്ളി അകത്ത് കയറി. ആയോഗ്യനായേ, ഉണ്ണനാ കൊല്ലാമ വിടമാട്ടേണ്ട. അവൾ അവന്റെ കഴുത്തിൽ ഞെക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാക്ക, എന്നാച്ച് വിഷയത്തെ സൊല്ല്. അവൻ കഴുത്തിൽ നിന്ന് പിടിപിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ അന്ത പുള്ളിയെ കാതിരിക്കുന്ന ചൊല്ലി ഏമാത്തിരിച്ചാ? അവർ രോഷാകുലയായി ചോദിച്ചു. അൻപൊരു പുരികേർത്തിക്കൊണ്ട് ചോദിച്ചു. യാരക്കാ? വേറെ ആരെ? അന്ത ഗായത്രി പുള്ളിയതാ. ഓഹോ, വിഷയം അപ്പടി പോച്ചാ? സോറി, എൻ കൈ മീറി പോച്ചു. ആമക്കാ, എനിക്കവളെ ரொம்ப പിടിക്കും. അതിനാൽதான் തപ്പ് നടന്നു വെച്ച്. നീങ്ങൊന്ന് പണു, അവളെ എനിക്ക് തിരുമണം പണി തരുവീങ്ങളാ. അവരുടെ സംഭാഷണം കേൾക്കാൻ കരിമ്പടിച്ച് നിന്നുകൊണ്ടിരുന്ന ഗായത്രി ഇത് കേട്ടോടെ ഇക്കിള് വന്നു. അവൾ വായു പൊത്തി പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ഡേയ് തമ്പി, അവ പാക്ക അപ്പടിയേ ലക്ഷണമായിരിക്ക, എനിക്ക് ரொம்ப ரொம்ப പിടിക്കും. ആനാലും അവളുടെ അക്ക ഇരിക്കുമ്പോൾ നാം എപ്പടിടാ സിന്നവളെ കേൾപ്പോ? അക്ക അവിടെ തിരുമണം കഴിയട്ടോ അക്ക. അവനവരെ സമാധാനപ്പെടുത്തി. ചെമ്പക എന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. തന്റെ അനുവാദമില്ലാതെ വിവാഹം കഴിക്കാൻ സമ്മതം പറഞ്ഞ അൻപിന് അടുത്ത പണി സെറ്റ് ചെയ്യായിരുന്നു അവൾ. അവൾ അവന്റെ റൂമിൽ കയറി അവന്റെ എല്ലാമായ റേഡിയോ അടിച്ചു മാറ്റുക, അതാണ് പ്ലാൻ. അവൾ പമ്മി പമ്മി അവന്റെ മുറിയിൽ കയറി റേഡിയോ തപ്പുകയായിരുന്നു. ഈ പണ്ടാരി ഇക്കിള് കാരണം മിഷനിലൊന്ന് കോൺസെൻട്രേഷൻ ചെയ്യാൻ കൂടി പറ്റുന്നില്ലല്ലോ മീ, അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് മുറിയുടെ കുറ്റിയാരോ ഇടുന്ന ശബ്ദം കേട്ടത്. അവൾ ഭയത്തോടെ തിരിഞ്ഞു നോക്കി. അവളുടെ ഭയം ഇരട്ടിയാക്കാൻ വേണ്ടി അവൻ തന്റെ ഒരു പുരികം വരുത്തിക്കൊണ്ട് ദേഷ്യഭാഗത്തിൽ നിൽക്കുന്നു. പാണ്ടി അല്ല, പാണ്ടി ദുരിയണ്ണ, ഉങ്ങൾക്ക് സുഖല്ലേ? ഇടയ്ക്ക് ഇക്കിള് കൂടി വരുന്നുണ്ട് അവൾക്ക്. ഞാൻ വിളയാടുമ്പോൾ എന്നോട് ബാളിങ്ക വന്ന് വീണടിച്ച് അത് എടുക്കാൻ വന്നതാ, അവൾ നിർത്തി നിർത്തി പറഞ്ഞു. ഓ അപ്പടിയാ, ഓക്കെ, നല്ല പാറ്, ഞാൻ ഇങ്ങ വെയിറ്റ് പண்றேன். അവൻ അതും പറഞ്ഞ് വാതിൽ കൈയും മണിച്ച് കെട്ടി നിന്നു. കുറച്ചു നേരം ബോൾ നോക്കുന്ന പോലെ അഭിനയിച്ചെങ്കിൽ അവൾ പിന്നീട് പറഞ്ഞു. എനിക്ക് പോണം. ബാള് വേണാമാ? അവൻ അതും പറഞ്ഞ് അവിടെ അടുത്തേക്ക് വന്നു. അവൾ ചുമരിൽ തട്ടി നിന്നു. ഗായത്രി മുഖമുയർത്തി അവനെ നോക്കിയതേ ഇല്ല. അൻപവളുടെ മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു. നീ എതുക്കിടേ എനക്കാക്കിട്ട് അപ്പടിയെല്ലാം പേസിയത്? ഞാനൊന്നെ കെടുത്തിരിച്ചാ സൊല്ല്. ഇല്ല. അവൾ തലയാട്ടി. അവളുടെ ആദരങ്ങൾ വിറമുകൊണ്ടുപോയി. ഏയ് എന്നടി, ബദൽ കേൾക്കവില്ലേ? അവൻ ചോദിച്ചു. അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഓടിപ്പോയവളെ ഒരു നിമിഷം കൊണ്ട് അവൻ തന്റെ കരവലത്തിലാക്കി. ഏയ് അപ്പടി സുമ്മാ പോവാതെ, ഞാൻ എന്നോട് ഉടമ്പേ ഒരു വാട്ടി തൊട്ടുമാവും. അവൻ അവളോട് അനുവാദം ചോദിച്ചു. അവൾ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോർത്ത് മിടിപ്പോടെ അവന്റെ കൈക്കുള്ളിൽ നിന്നു.
കണ്ണടച്ച് നിന്നു. ഉയർന്നു പൊങ്ങുന്ന ശ്വാസഗതികൾ, നെറ്റിയിൽ നിന്നും വിയർപ്പ് കണങ്ങൾ ഊർന്നിറങ്ങി. അവൻ മേലെ അവളുടെ കൈ പിടിച്ചു. ഗായത്രിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അവൻ അവളുടെ കയ്യിൽ തൊട്ടു. മെല്ലെ അത് വളയിൽ ചെന്ന് നിന്നു. അവൻ അവളുടെ കയ്യിൽ കിടന്ന ഗോൾഡ് കവറിങ് ചെയ്ത വള ഊരിയെടുത്തു. ശേഷം അവന്റെ പോക്കറ്റിൽ നിന്ന് അവൾ ദേവിക്ക് നൽകിയ സ്വർണ്ണവള എടുത്തു. ഗായത്രി സംശയത്തോടെ ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടി? ഞാൻ ഈ ദേവി ചേച്ചിക്ക് നൽകിയതല്ലേ? അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ആ, അത് ഞാൻ വാങ്ങിക്കട്ടെ, ദേവികയാക്കിട്ടിരുന്നത്. അവനവളുടെ പിടക്കുന്ന കണ്ണുകളിൽ നോക്കി പറഞ്ഞു. അവനവളുടെ കയ്യിൽ ഇട്ടുകൊടുത്തു. ഗായത്രിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. വള കിട്ടിയതിലല്ല, മറിച്ച് അവന്റെ മനസ്സിൽ തന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ആലോചിച്ച്. ഞാനറിഞ്ഞ ദേവി ചേച്ചി അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ തുക നൽകിയെന്നാണല്ലോ, പിന്നെ എങ്ങനെ വള? അവൾ അവനോട് സംശയത്തോടെ തിരക്കി. ഞാൻ உங்களுக்கு കാശ് കൊടുത്താച്ച്. അവൻ സന്തോഷത്തോടെ പറഞ്ഞു. ഇതൊക്കില്ല, നീ അന്നേക്ക് അവളോ കൊടുമ അനുഭവിച്ചത്. അവന്റെ കണ്ണിൽ അവളോടുള്ള അലിവ് കാണാൻ സാധിച്ചു. ഗായത്രി പോകാൻ അവൻ അനുവദിച്ചു. അവൾ ധൃതിപ്പെട്ട് വാതിൽ തുറന്നു. വാനര സംഘങ്ങളെല്ലാം വാതിൽ കൂടി ഒളിഞ്ഞു നോക്കി നിൽക്കുന്നു. ഗായത്രി ഒന്ന് പകച്ചു. അവൾ അൻപിനെ തിരിഞ്ഞു നോക്കി. അവൻ പോയിക്കൊള്ളാൻ കണ്ണുകൊണ്ട് കാണിച്ചപ്പോൾ അവൾ പോയി. അകത്തെന്തായിരുന്നു അണ്ണേ? അവള് വിളയാടുമ്പോൾ അവിടെ ബോൾ കാണാൻ പോച്ചു. അത് പാക്കിരക്ക് താൻ എന്താ പുള്ള വന്നാച്ചു. പോയി വേഗം പറഞ്ഞടാ. അണ്ണേ, உங்களுக்கு இந்த விஷயத்தில் ஏதாவது ஹெல்ப் வேണമെങ്കിൽ എന്നോട് കേട്ടോളൂ, സൂരജ് ഭവ്യനായി നിന്നുകൊണ്ട് പറഞ്ഞു. ഡേ പോയി വേഗം പറഞ്ഞാ, അതല്ല എങ്ങൾക്ക് തരും. അതും പറഞ്ഞ അവൻ ഷോപ്പിൽ പോയി. പിറ്റേന്ന് രാവിലെ അൻപ് ജോലിക്ക് പോകാൻ തയ്യാറാവുകയായിരുന്നു. കറുപ്പ് താൻ എനക്ക് പിടിച്ച കളറ്, അവൻ കണ്ണ് 2000 വാട്ട് ബൾബ്. കറുപ്പ് താ എനക്ക് പിടിച്ച കളറ്, അവൻ കണ്ണ് 2000 വാട്ട് ബൾബ്. ഓടി വന്ന് ജനൽ കൂടി നോക്കിയപ്പോൾ കയ്യിലൊരു ക്യാരറ്റും മൈക്കായി വെച്ചുകൊണ്ട് പാട്ടിനെ അനുകരിക്കായിരുന്നു ഗായത്രി. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അവന്റെ മനസ്സ് മന്ത്രിച്ചു. ഓഹോ, അപ്പടിയാ, അപ്പൊ ഉനക്ക് എന്നെ പിടിക്കും. മോളെ ഗായത്രി, അൻപ് വാടപ്പണം അവന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ പോയി എടുത്തിട്ട് വന്നേ. അച്ഛന് കാലി തൈലിട്ടുണ്ട്, അല്പം ഇരിക്കട്ടെ. അയാൾ മകളെ പറഞ്ഞു വിട്ടു. ടേബിളിൽ പണയിരിപ്പുണ്ടായിരുന്നു. അവളതെടുത്ത് തിരിയവേ ഒരു മുഴ മുല്ലപ്പൂ അവളുടെ കഴുത്തിൽ ചുറ്റി വലിച്ചു. അൻപ് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ കാതിൽ ചോദിച്ചു, ഇതെപ്പിടി സൊൽ, ഉന്നെ പാർത്ത നാൾ മുതൽ വെച്ച പൊട്ട് സൊല്. അവൻ പറഞ്ഞു, കറുപ്പ്. അവൾ ചെറിയ കൊഞ്ചലോടെ പറഞ്ഞു, അവനെങ്ങനെ പിടിക്കുമോ? നീ ഏം ഉളകാലം എങ്കിട്ട് സൊല്ലാമിരുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ട് എന്ന് മുതലാണെന്ന്. 11 വർഷം മുമ്പ് നിങ്ങൾ എൻ്റെ വീടിന് മുമ്പിൽ വന്നെന്ന് ഓർമ്മയുണ്ടോ? അതെൻ്റെ ഹാഫ് സാരി സെറിമണി ആയിരുന്നു. അന്ന് ഞാൻ കണ്ട ആദ്യത്തെ അന്യപുരുഷൻ നിങ്ങളായിരുന്നു. അവിടെ രണ്ടുപേരുടെയും കണ്ണുകളിൽ സ്നേഹം തുളുമ്പി നിന്നു. അമ്പ അവളെ ആലിംഗനം ചെയ്യാൻ നോക്കിയെങ്കിലും പെണ്ണ് പരൽ മീനിനെ പോലെ ഓടിക്കളഞ്ഞു. കുറച്ച് ഓടിയ ശേഷം തിരിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, അയ്യട മനമേ, ആളെപ്പാര്. അവന്റെ കയ്യിൽ നിന്നെടുത്ത മുല്ലപ്പോൾ തലയിൽ വെച്ചുകൊണ്ട് പോയി. പിറ്റേ മാസം ചെമ്പകം വന്ന് അവളുടെ ഇളയ കുഞ്ഞിന്റെ കാതൂത്തൽ ചടങ്ങ് എല്ലാവരെയും വിളിക്കാൻ വേണ്ടിയായിരുന്നു. അൻപാണ് കുഞ്ഞിനെ മൊട്ടയടിച്ച് കാതൂത്താൻ ഇരുത്തേണ്ടത്. ചെമ്പകം ഗായത്രിയെയും കുടുംബത്തെയും ക്ഷണിച്ചു. അൻപിന്റെ വർക്കേഴ്സിനെയും വിളിച്ചു. അവരെല്ലാവരും കൂടി ട്രെയിനിലാണ് മധുരയ്ക്ക് പോയത്. അൻപും ഗായത്രിയും പരസ്പരം സംസാരിക്കാൻ നോക്കിയെങ്കിലും എല്ലാവരും ഉള്ളതിനാൽ അവർക്കതിന് കഴിഞ്ഞില്ല. അന്ന് നൈറ്റ് എല്ലാവരും ടെറസിന് മുകളിൽ കിടക്കാൻ പോയപ്പോൾ അൻപ് ഗായത്രിയുമായി ഒരു മുറിയിൽ പോയി. അത് അൻപിന്റെ മുറിയായിരുന്നു. നാ ഉങ്കിട്ടൊന്ന് കേപ്പേന്നു, നീ കൊടുക്കറിയ. അവൻ പ്രതീക്ഷയുള്ള അവരുടെ അടുത്ത് വന്നു. നീ എന്നെ മാമാന്ന് കൂപ്പിട്ടിയാ തങ്കം. അവൻ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു, മാമേന? അയ്യേ, എനിക്കൊന്നും വയ്യ. അവൾ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മ മാരേജിക്ക് അപ്പുറം നീ എന്നെ അപ്പിടാൻ കൂപ്പിടണം. അവൻ കടുപ്പിച്ച് പറഞ്ഞു, ഒരു വാട്ടിയാവത് കൂപ്പിട്, മാമൻ ആശയാക്കി കേൾക്കില്ല. അവൻ സ്നേഹത്തോടെ പറഞ്ഞു, ഓക്കെ ഞാൻ വിളിക്കാം, പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. അവൾ പറഞ്ഞു, എന്നാ സൊല്. അവൻ അക്ഷമനായിക്കൊണ്ട് ചോദിച്ചു, തോ പാടി നിനക്ക് മലയാളം தெரியாതാ? അവൾ എന്നെ മറുപടിക്കായി കാത്തു നിന്നു. എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം. പിന്നെ ഇവിടെ തമിഴ് തന്നെ ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. ഈ മലയാളീസ് എല്ലാം കള്ളന്മാരാണ്. നമ്മൾ അവസരം കൊടുത്ത പറ്റിച്ച് കിടന്നില്ലേ. എൻ്റെ ഭാഷ തമിഴായതുകൊണ്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ആയിട്ടൊന്നും വരില്ല, അതാ കാരണം. അവൻ അത്രയും നല്ല രീതിയിൽ മലയാളം പറയുന്നതായിട്ട് ഗായത്രിയുടെ കിളി പറഞ്ഞു. പോതുമാ അതോ ഇന്നും കൊഞ്ചും വേണുമാ? അവൻ അവളോട് ചോദിച്ചു. പോതും പോതും, അവൾ കൈ രണ്ടും കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അവൻ ചിരിച്ചു പോയി. വാതിലിന്റെ അടുത്ത് എത്തിയവളെ അവൻ വിളിച്ചു. തങ്കോ, കൊഞ്ചം ഇങ്ക വാമാ. എന്താ? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അവനോട് തലയിൽ എന്നവോ ഇരിക്ക്, ഇങ്ക വാ. അവൻ സൂക്ഷിച്ചു നോയിക്കൊണ്ട് പറഞ്ഞു. ഗായത്രി ചെന്നപാടെ അവളുടെ അതിരത്തിൽ അവൻ നല്ലൊരു കിസ് കൊടുത്തു. പൊറുക്കി. അവൾ അതും പറഞ്ഞ് ഓടിപ്പോയി. ഇത് കണ്ടുവന്ന സൂരജ് ഞെട്ടിപ്പോയി. സൂരജിനെ കണ്ടപാടെ അൻപ് വിഷയം മാറ്റാൻ നോക്കി. അവൻ പറയാൻ ഒരുങ്ങിയപ്പോൾ സൂരജ് പറഞ്ഞു, അണ്ണൻ ഗായത്രിക്ക് ജീവശ്വാസം നൽകിയല്ലേ, നല്ല കാര്യം. അപ്പൊ ഞാൻ പോട്ടെ, ബായ്. അവൻ അതും പറഞ്ഞ് തന്നെ ഗ്യാങ്ങിന്റെ അടുത്ത് ഈ ന്യൂസ് എത്തിക്കുന്നതിന് വേണ്ടി പാഞ്ഞു ടെറസിലേക്ക്. പിറ്റേന്ന് കാതൂത്തൽ ചടങ്ങ് നടക്കുമ്പോൾ ഗായത്രിയുടെ ഫോണിൽ ഒരു കോള് വന്നു. അച്ഛന്റെ കോളായിരുന്നു.
അവൾ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തുനിന്ന് മാറിപ്പോയി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ പറച്ചാ. മോളെ ഇത് അച്ഛനല്ല, ഞാൻ രഘുവാ. അയാൾ ചെറിയ വിഷമത്തോടെ പറഞ്ഞു. അച്ഛനെവിടെ രഘുവേട്ടാ? അവൾ അങ്കലാപ്പോടെ തിരക്കി. മോളെ അത് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. മോള് പേടിക്കൊന്നും വേണ്ട, അച്ഛൻ ഓക്കെയാണ്. ഈശ്വര, എന്താ പറ്റിയതിന്റെ അച്ഛന്? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെ അത് അച്ഛനിപ്പോൾ കാശ് കൊടുത്ത ആളുകൾ അച്ഛനെ പറ്റിച്ചു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ അവർ തട്ടി മുങ്ങിക്കളഞ്ഞ്. അതറിഞ്ഞ് അച്ഛന് സ്ട്രോക്ക് വന്നിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. മക്കളുടനെ വരണം. ഗായത്രി ഉറഞ്ഞു നിന്ന് പോയി. അവളുടെ നാക്കുഴഞ്ഞു. അവൾ അവിടെ നിന്ന് അൻപിനെ നോക്കി. അവൻ ചേച്ചിയുടെ കുട്ടിയെ കൊഞ്ചിക്കുന്ന കണ്ടപ്പോൾ അവന്റെ സന്തോഷം കളയേണ്ടെന്ന് അവൾക്ക് തോന്നി. അടുത്ത നിമിഷം ഒന്നും ആലോചിക്കാതെ ചേച്ചിയും വിളിച്ച് അവിടുന്ന് യാത്രയായി. അൻപിനോടൊരു വാക്ക് പറയാതെ പോയതിൽ അവൾക്ക് അതിയായ വിഷമമുണ്ടായിരുന്നു. എന്നാലും തന്റെ അച്ഛന്റെ അവസ്ഥ ആലോചിച്ചപ്പോൾ അവൾക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ചടങ്ങ് കഴിഞ്ഞ് അമ്പ എല്ലായിടത്തും ഗായത്രി തിരക്കി. പക്ഷെ അവളെ കണ്ടില്ല. അവളുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലായിരുന്നു. അൻപ് ടെൻഷനായി നടന്നു. സൂരജ് പറഞ്ഞാണ് ഗായത്രിയുടെ അച്ഛനെ പറ്റിയ അവസ്ഥ അൻപ് അറിയുന്നത്. അപ്പോൾ തന്നെ അവന് യാത്ര പുറപ്പെട്ടു. ഹോസ്പിറ്റലിൽ ചെന്ന അച്ഛന്റെ അവസ്ഥ കണ്ട് 2 പെൺമക്കളും അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മണിയും പിള്ളയുടെ ഒരു വശം മുഴുവൻ തളർന്നു പോയിരുന്നു. അൻപ് വന്ന് മണിയെ കണ്ടു. അയാൾ മയക്കത്തിലായിരുന്നു. അയ്യാ, മണിയയ്യ, അവൻ വിളിച്ചു. അയാൾ പതുക്കെ കണ്ണുകൾ തുറന്നു. അവനെ കണ്ടപാടെ ആ കണ്ണുകൾ ആവേശം കൊണ്ട് പറഞ്ഞു, മോനെ, എന്റെ സമ്പാദ്യം മുഴുവൻ അമ്മാർ കൊണ്ടുപോയി. എന്റെ പെൺമക്കൾ ഞാൻ ഇനി എങ്ങനെ പറഞ്ഞിടും? അയ്യോ, നീ നിമ്മതിയാ പഴുത്തിക്കെങ്കിൽ എല്ലാം ശരിയാവും. അവരതും പറഞ്ഞ് ഗായത്രിയെ കാണാൻ പോയി. അവൾ അച്ഛന് കുടിക്കാൻ ചായ വാങ്ങാൻ പോയതായിരുന്നു. അവൾ അവനെ കണ്ടപ്പോഴും ചിരിക്കാൻ ശ്രമിച്ച ശേഷം മുന്നോട്ട് പോയി. നില്ലു തങ്കം, അവൻ വിളിച്ചു. അവൾ നിന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. എങ്കിട്ടൊരു വാർത്ത സൊള്ളാതെങ്കിൽ വന്നത് അവനക്ക് യാറുമേ ഇല്ല. അവൻ വിഷമത്തോടെ ചോദിച്ചു. അത് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ സന്തോഷം കളയേണ്ടെന്ന്. അവൾ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് പോയി. ആഴ്ചകൾക്ക് ശേഷം മണിയമ്പിള്ളയെ വീട്ടിൽ കൊണ്ടുവന്നു. അമ്പയാളെ കാണാനായി വീട്ടിൽ വന്നു. അന്ന് ഗായത്രി ഉണ്ടായിരുന്നു. അൻപയാൾക്ക് കുറച്ച് പൈസ നൽകി. കുറച്ചു നേരത്തെ കുശലാന്വേഷണത്തിന് ശേഷം അവൻ ഇറങ്ങാൻ പോയി. മണി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ നല്ലവനാ. നീ എൻ്റെ മൂത്ത മകള് സായന്ത്രി വിവാഹം ചെയ്യൂ. അയാൾക്ക് അനിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. സായന്ത്രി അത് കഥകിന്റെ മറവിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്കതിൽ എതിർപ്പൊന്നുമില്ലായിരുന്നു. അയ്യാ, നീങ്ക എന്നെ சொன்னீங்க എന്നാൽ അപ്പടി. അവൻ വാക്കുകൾ കിട്ടാതെ ഉരുണ്ടു. ശേഷം പറഞ്ഞു, നീങ്ക റെസ്റ്റ് എടുക്കോ. അവൻ അതും പറഞ്ഞ് യാത്രയായി. ജോലി കഴിഞ്ഞെത്തി ഗായത്രി അത് കേട്ട് ഞെട്ടി. പക്ഷേ തന്റെ അച്ഛന്റെ ആഗ്രഹം തന്നെ നടക്കണമെന്ന് അവൾ തീരുമാനിച്ചു. പിന്നീട് അവൾ അൻപിന് മുമ്പിൽ പോയതേയില്ല. ഒരു ദിവസം സതീദേവിയുടെ ക്ഷേത്രത്തിലിരിക്കുകയായിരുന്നു അവൾ. തന്റെ പ്രാണനായ അൻപിനെ മറക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാലും അച്ഛനിലുണ്ടായ മാറ്റം അവൾ അത്ഭുതപ്പെടുത്തി. അച്ഛനിപ്പോൾ പഴയ പോലത്തെ ആളല്ല. തന്നെയും ചേച്ചിയും സ്നേഹിക്കുന്നു. ഒരു കുത്തുവാക്ക് പോലും പറയുന്നില്ല. ഗായത്രി പലപ്പോഴും കണ്ടിട്ടുണ്ട് അച്ഛന്റെ മിഴികൾ നിറഞ്ഞൊഴുകുന്നത്. താൻ ചെയ്ത ക്രൂരതകൾ ഓർത്തുകൊണ്ടാവാം അവൾ ഓരോന്നാലോചിച്ച് നെടുവീർപ്പെട്ടു. തങ്കോ, ആർദ്രമായിരുന്നു അവന്റെ ശബ്ദം. അവൾ പൊള്ളിപ്പോയി ആ വിളി. അവൾ തിരിഞ്ഞുകൊണ്ട് കണ്ണുനീർ തുടച്ചു. അവൾ മുഖത്ത് സന്തോഷം വെത്തിക്കൊണ്ട് പറഞ്ഞു, എന്താണ് പാണ്ഡ്യണ്ണ, കല്യാണമായെന്ന് കേട്ട്, കൺഗ്രാറ്റ്സ്. അവൾ പറഞ്ഞു. അവൻ ദേഷ്യഭാവത്തിലൊരു പുരികമുയർത്തി അവളെ നോക്കിക്കൊണ്ട് നിന്നു. എന്റെ ചേച്ചി ഒരു പാവ. എന്റെ അച്ഛനിപ്പോൾ നല്ല മാറ്റമുണ്ട്. പഴയ പോലത്തെ ആ മനസ്സൊന്നുമില്ല അച്ഛന്. അവൾ പെയ്യാറായ മേഘം പോലെ നിന്നു. അതുക്കാக யார் திருமணம் யார் முடிவு பண்ணது? உன் அக்கா என் அக்கா மாதிரி. அல்லாம நான் அவங்களை அப்படி பார்த்ததே கிடையாது. யார் என்ன சொன்னாலும் நான் கல்யாணம் கட்டிக்கிருந்தா அது உன்னை மட்டும்தான் தங்கம். ஏன் கெட்டிருந்து விளங்கி போனோம்னு நினைச்சா மவளെ உன்னை தூக்கி எடுத்துட்டு போய் திருமணம் பண்ணுவேன். അതും പറഞ്ഞ് പൂജാരി കൊണ്ടുവന്ന കുങ്കുമം എടുത്ത് അവളെ നെറ്റിയിലിട്ട് കൊടുത്തുകൊണ്ട് അവൻ പോയി. മണിയമ്പിള്ളക്ക് അങ്ങനെ നഷ്ടമായി എന്ന് കരുതിയ പണം അൻപ് മൂലം അയാൾക്ക് തിരികെ ലഭിച്ചു. എന്നാൽ മണിയമ്പിള്ള പറഞ്ഞു, മോനെ അൻപേ, ഈ കാശ് എനിക്ക് വേണ്ടടാ. ഇത് കണ്ണീരിന്റെയും പ്രാക്കിന്റെയും കാശാ. അതുകൊണ്ട് ഇത് വെച്ച് ഏതെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നൽകണം. മണിയമ്പിള്ള കണ്ണീരോടെ പറഞ്ഞു. ഗായത്രിക്കും സായന്ത്രിക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. ഗായത്രി തന്റെ അച്ഛനെ നല്ല രീതിയിൽ നോക്കി. അൻപിനെ വീണ്ടും മണിയമ്പിള്ള വിളിച്ചു. മോനെ, നീ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഇവരൊന്നും പറഞ്ഞില്ല. അയാൾ വ്യാകുലതയോടെ ചോദിച്ചു. മണിയ, എന്നെ മன்னிക്കണം. എനിക്ക് ഉങ്ക ചിന്നപ്പിള്ളേതാ റൊമ്പ പിടിക്കും. അമ്പ് പറഞ്ഞു നിർത്തി. എന്താ പറഞ്ഞ്? അയാൾക്ക് തന്റെ കാതുകൾ വിശ്വസിക്കാനായില്ല. ഗായത്രി, ഇവിടെ വരാൻ. ഗായത്രി വിറച്ചുകൊണ്ട് അച്ഛന്റെ മുമ്പിൽ നിന്നു. അൻപ് പറയുന്നത് ശരിയാണോ? അങ്ങനെയൊന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ ഇയാളെ വട്ടുകളിപ്പിച്ചതാ. ഇയാൾ വിചാരിച്ച എനിക്ക് ഇഷ്ടമാണെന്ന്. ഞാൻ പറ്റിച്ചതാ ഈ മണ്ടനെ. അവൾ അതും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. നന്നായിട്ടുണ്ട് നിന്റെ അഭിനയം, സായന്ത്രി പറഞ്ഞു. ഏയ്, ഈ ചേച്ചിക്ക് ഇതെന്താ? ഞാൻ നമ്മളെ പാണ്ഡിതുരയെ പറ്റിക്കുകയായിരുന്നു. അവൾ കള്ളച്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. അൻപ അവൾ പറഞ്ഞ വാക്കേട്ട് തകർന്നു പോയി. അവൻ തിമിർത്ത് പെയ്ത മഴയിൽ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ വെച്ച് ആരുടെയോ കല്യാണം നടക്കുന്നതെന്ന് കേട്ടാണ് ഗായത്രി പോയത്. അത് തന്റെ ചേച്ചിയായ സായന്ത്രിയുടെയും അൻപിന്റെ ജോലിക്കാരനായ മഹേഷിന്റെയും ആയിരുന്നു. അൻപ അവരുടെ വിവാഹം നടത്തി കൊടുത്തു. ഗായത്രി ഞെട്ടി നിന്നു. അവൾ ചേച്ചിയുടെ അടുത്ത് നിന്ന് ചോദിച്ചു, എന്താ ചേച്ചി ഇത്?
അച്ഛൻ അറിഞ്ഞ എന്താവും? നീ എന്തിനാ അമ്പിയേട്ടനെ വേണ്ടാന്ന് വെച്ച്? അവൾ ഒരേ ശ്വാസത്തിൽ 100 ചോദ്യം ചോദിച്ചു. മോളെ, എന്നെ സ്നേഹിക്കുന്നവനല്ലേ എനിക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. മഹേഷേട്ടൻ എന്നെയാണ് സ്നേഹിച്ചിരുന്നത്. അന്ന് അയാൾ നിന്റെ കൈ തന്ന ലെറ്റർ കൂടി എനിക്കുള്ളതായിരുന്നു. അയാളുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കി. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തു. ഇനി അച്ഛൻ്റെ അടുത്ത് പോയി അനുവാദം വാങ്ങണം, സായന്ത്രി പറഞ്ഞു. അൻപവിടെ അടുത്ത് പോയി വിവാഹം നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏയ് പൊണ്ടാട്ടി, എപ്പടി ഇനി ഉനക്ക് ഏതാവത് ഒബ്ജക്ഷൻ ഇരിക്കാ? എന്നെ തീരുമാനം ചെയ്യാമ ഇരിക്കുന്നതുക്ക് അവൻ അവിടെ കാതിൽ ചോദിച്ചു. ശേഷം അവരെല്ലാം കൂടി അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാൻ പോയി. അയാൾ അവരെ അനുഗ്രഹിച്ചു. അൻപ് ഗായത്രിയും പിടിച്ച് കൊണ്ടുപോയി അനുഗ്രഹം വാങ്ങാൻ. മണിയമ്പിള്ള സന്തോഷത്തോടെ അവരെ അനുഗ്രഹിച്ചു. അടുത്ത മുഹൂർത്തത്തിൽ അൻപിന്റെയും ഗായത്രിയുടെയും വിവാഹവും നടന്നു. ആദ്യ രാത്രി പാലുമായി കടന്നിരുന്ന ഗായത്രി കാണുന്നു സിൽക്ക് ഷർട്ടും മുണ്ടും ഉടുത്തുകൊണ്ട് ഒരാൾ റേഡിയോയിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. അവൾക്ക് കണ്ടപാടെ ചിരിയാണ് വന്ന്. അവനതിൽ പാട്ട് വെച്ചു. അതിൽ നിന്നും പാട്ടൊഴുകി വന്നു. ഇരുവരും ഒരേ മനസ്സും ഒരേ ശരീരവുമാവാൻ കൊതിച്ചു. റേഡിയോയിൽ നിന്ന് പാട്ട് ഒഴുകിക്കൊണ്ടേയിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കഥകൾ ഞങ്ങൾക്ക് അയച്ചു തരിക.